Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബർത്ത്ഡേ കേക്കിന്റെ ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ്. ഫോട്ടോ പുള്ളിംഗ് കേക്കാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അത് ഓഷ്യൻ തീമിലാണ്. ഓഷ്യൻ തീം കേക്കിലാണ് ഫോട്ടോ പുള്ളിംഗ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് ട്യൂട്ടോറിയലാണ്. ഒന്ന് ഓഷ്യൻ തീമും ഒന്ന് ഫോട്ടോ പുള്ളിങ്ങും. അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് സർപ്രൈസൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ ഒക്കെ ഇങ്ങനെ വരുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. 2 1/2 കിലോ ചോക്ലേറ്റ് കേക്ക്, അതായത് 1 കിലോ കേക്കിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള 2 ചോക്ലേറ്റ് സ്പോഞ്ചാണിത്. അത് ആദ്യത്തെ കേക്ക് നമുക്ക് ഒരു 3 ലെയറായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കേക്ക് ലേസായിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ ഇതിനുള്ളിലാണ്, ഇങ്ങനത്തെ ഒരു ബോക്സിനുള്ളിലാണ് ഫോട്ടോ വെച്ചിട്ട് കേക്കിനുള്ളിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്ത് അത് നന്നായിട്ട് ഒരു റാപ്പ് ചെയ്തെടുക്കാം. നമ്മളെ ക്ലിങ് റാപ്പില്ലേ, അതിനോട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് കേക്കിന് മുകളിൽ വെച്ച് ആ ബോക്സിൻ്റെ ഷേപ്പിലൊന്ന് കേക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. കേക്കിൻ്റെ സെൻട്രലിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊരു 3 ലെയേഴ്സായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്നുള്ള കേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്, സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാത്തത്. അപ്പോൾ ആദ്യത്തെ ലെയർ കേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് മിൽക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അത് വെച്ച് കേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് ആദ്യത്തെ ലെയർ ഒന്ന് ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ കേക്ക് വെച്ച് അതൊന്ന് സോക്ക് ചെയ്ത് അതിന് മുകളിലും ക്രീം വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആദ്യത്തെ കേക്ക്, അതായത് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്യാത്ത കേക്ക് 3 ലെയർ ഇങ്ങനെ വെച്ച് ചെയ്യുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത കേക്കിൻ്റെ ആദ്യത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അത് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് അവിടേക്കൊന്ന് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 2 ലെയറും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ എല്ലാ ലെയർ കേക്കും വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കേക്കിൻ്റെ സൈഡും അതുപോലെ തന്നെ സെൻറ്ററിൽ കട്ട് ചെയ്തതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്രീം കൊണ്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്തില്ലേ, അവിടേക്കാണ് ഫോട്ടോസ് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നത്. അപ്പം ബോക്സ് നന്നായിട്ട് ക്ലിങ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തതാണ്. എന്നാലും ക്രീമൊന്നും ബോക്സിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ പീസ് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ താഴ്ഭാഗത്തും സൈഡിലൊക്കെ അങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനായിട്ട് ഫോട്ടോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഫോട്ടോസ് ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വെക്കേണ്ട ഫോട്ടോസ് ഇങ്ങനെ വെച്ച് അതൊന്ന് സെല്ലോ ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ 2 ഫോട്ടോസ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡും സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 15 ഫോട്ടോസോളം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോസ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് വലിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന ഫോട്ടോസില്ലേ, അവിടെ നിന്ന് വേണം ഇത് റോൾ ചെയ്യാൻ തുടങ്ങാനായിട്ട്. ഇനി നമ്മൾ ഈ റോൾ ചെയ്തതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പോ അല്ലെങ്കിൽ സ്ട്രോയോ, ഞാനിവിടെ പെന്നിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അതങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ബോക്സിൻ്റെ 2 സൈഡും അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റോൾ ചെയ്തിട്ടുള്ള
ഫോട്ടോസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബോക്സിൻ്റെ ഒരു മുകൾ ഭാഗം ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വേണം ഫോട്ടോസ് പുറത്തേക്ക് എടുക്കാനായിട്ട്. അതിലൂടെ ഫോട്ടോസ് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്ക്വയർ എടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് അങ്ങ് കുത്തി കൊടുക്കണം. ഇത് നമ്മുടെ ഫോട്ടോ റോളിൻ്റെ സെൻറ്ററിലൂടെ വേണം ഈ സ്ക്വയർ കടത്തി വിടാനായിട്ട്. നമ്മളൊരു ചെറിയൊരു സ്ട്രോയോ പൈപ്പോ എന്തെങ്കിലും അത് സെൻറ്ററിൽ വെക്കുന്നുണ്ടല്ലോ, അതിനുള്ളിലേക്ക് കൂടെ വേണം ഈ സ്ക്വയർ മറ്റേ ഭാഗത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഫോട്ടോസ് വലിച്ചെടുക്കുന്ന സമയത്ത് ബോക്സ് അടക്കം അങ്ങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ബോക്സിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഈ ബോക്സൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലും ക്രീം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഫോട്ടോസ് കുറച്ച് ഭാഗം ഒന്ന് പുറത്തേക്കായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിന് നമ്മൾ ഈ ഫോട്ടോസിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ ബർത്ത്ഡേ വിഷസ് ഒക്കെ എഴുതുന്ന കേക്ക് ടോപ്പേഴ്സ് ഉണ്ടല്ലോ, അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് വലിക്കുമ്പോഴാണ് ഫോട്ടോസ് ഇങ്ങനെ പുറത്തേക്കായിട്ട് വരിക. ഇപ്പം നമ്മൾ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഞാനൊരു ഓഷ്യൻ തീമിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് ബ്ലൂ കളർ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ കേക്ക് മുഴുവനായിട്ടും ഈ ബ്ലൂ കളർ ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു ഐസിങ് നൈഫ് വെച്ച് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡൊക്കെ നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് ഒരു ഓഷ്യൻ എഫക്റ്റ് കൊടുക്കുന്നതിനായിട്ട്, അതായത് നമുക്കൊരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കൊടുക്കുന്നതിനായിട്ട് കേക്കിന് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് ക്രീം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഐസിങ് നൈഫും സ്ക്രാപ്പറൊക്കെ വെച്ചൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി മുകൾ ഭാഗം ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പാച്ചിൽ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ ലെവലാക്കിയപ്പോൾ നേരത്തെ ആക്കിയിട്ടുള്ള വൈറ്റ് ക്രീം അങ്ങനെ കാണുന്നില്ലെങ്കിൽ കുറച്ച് വൈറ്റ് ക്രീം അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്പാച്ചില ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓഷ്യൻ തീമിലുള്ള ടോപ്പേഴ്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മെർമെയ്ഡ് ടെയിൽ, ഷെൽസ്, സ്റ്റാർസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെ പിറകിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതവിടെ ഫോട്ടോയ്ക്ക് സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ താഴേക്ക് ഫോട്ടോസ് വെച്ചെടുത്തിട്ടുള്ള ആ ബോക്സിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് കുറച്ച് ക്യാൻഡീസൊക്കെ വെച്ച് നമുക്ക് അതൊന്ന് കവർ ചെയ്യാം. ഇനി ഇതിന് മുകളിൽ ബാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോപ്പേഴ്സൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. ഈ ടോപ്പേഴ്സൊക്കെ നമുക്ക് കുറച്ച് ഫോണ്ടൻ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടോപ്പേഴ്സാണ്. ഇതൊക്കെ ഞാനങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു സർപ്രൈസായിട്ടൊക്കെ ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, ബർത്ത്ഡേ അങ്ങനെയുള്ള എല്ലാ പാർട്ടികൾക്കും നല്ലൊരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. ഒന്നും പറയാതെ നമ്മൾ കേക്ക് കൊടുത്ത് ആ ടോപ്പേഴ്സ് എടുത്ത് മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ് എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഫോട്ടോസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരും. അതൊക്കെ വളരെ സർപ്രൈസായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.